രാഹുൽ കണക്ക് പറയേണ്ടി വരും. 8ാം ദിവസവും സഭ പിരിച്ചുവിടുമ്പോൾ ഈ ശീതകാല സമ്മേളനത്തിൽ ഏത് വിഷയത്തിലാണ് ഒരു കൃത്യമായ തീരുമാനം ഉണ്ടാക്കാനായത് എന്ന് ചോദിച്ചാൽ എവിടെയുമില്ല. എന്നും പല വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കും. അദാനിയിൽ മാത്രം തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്നുമില്ലാതെ വരുമ്പോൾ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിന് പലതിനും കണക്ക് പറയേണ്ടി വരും. കാരണം CPM അടക്കം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഒക്കെ തന്നെ സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള അദാനി വിഷയത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ടുള്ള പ്രതിഷേധത്തിന് കനത്ത എതിർപ്പാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത സഭാ സമ്മേളനം നടക്കുമ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം വേണ്ട എന്ന് തന്നെയാണ് അവർ ആണയിട്ട് പറയുന്നത്. എന്നാൽ ഇന്ന് ചേർന്ന സഭയിലും അദാനി വിഷയത്തെ തന്നെയാണ് കോൺഗ്രസ് വീണ്ടും ഉന്നയിച്ചതും നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധ സ്വരം ഉയർത്തിയതുമൊക്കെ. ഇത് നല്ലതിനല്ല എന്നാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കൾ പറയുന്നത്. അദാനി വിഷയം ഉന്നയിക്കുന്നത് തുടരണമെന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. UPA കാലത്താണ് ഈ വിഷയം ഉയർന്നു വരുന്നത് എങ്കിൽ എന്താകും സ്ഥിതി എന്ന മുഖവുരയോടെയാണ് രാഹുൽ ഇത് മാത്രം മതി എന്ന് പിടിവാശി പിടിക്കാൻ കാരണം. എന്നാൽ പാർലമെന്റ് നടപടികൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള അവസരമായി ഭരണപക്ഷം ഇതിനെ കാണുന്നു എന്നാണ് CPM-ഉം CPI-യും ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമായിട്ട് എടുത്തു പറയുന്നത്. വഖഫ് ബില്ലും വീണ്ടും JPC-ക്ക് വിട്ടതോടെ ഇനി എന്തെങ്കിലും ആകട്ടെ എന്ന മട്ടിലാണ് മോദിയും കൂട്ടരും ഇപ്പോൾ പ്രതിപക്ഷ ബഹളത്തെ കാണുന്നതും അതുകൊണ്ട് തന്നെ സഭ പിരിച്ചുവിടുന്നതും. ഇത് തീർത്തും മറ്റു വിഷയങ്ങൾ അവർ ഉന്നയിക്കേണ്ട വിഷയങ്ങളിൽ നിന്നും കാര്യങ്ങൾ മാറിപ്പോവുകയാണ്. ധർണ നടത്തുക, രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തുക, അംഗങ്ങളെല്ലാം കറുത്ത വസ്ത്രം ധരിച്ചു വരിക തുടങ്ങിയ മറ്റു പ്രതിഷേധ വഴികൾ സ്വീകരിക്കണമെന്നാണ് ആ അഭിപ്രായത്തിലാണ് CPM നിൽക്കുന്നത്. ഒരു കാര്യത്തിൽ മാത്രം പ്രതിഷേധമുയർത്തി സഭ തടസ്സപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് പറഞ്ഞാണ് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നത്. ബംഗാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നതിലാണ് തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് എന്നും മമതാ ബാനർജിയുടെ അനന്തരവൻ കൂടിയായ അഭിഷേക് ബാനർജി വ്യക്തമാക്കുമ്പോൾ രാഹുൽ ചിലപ്പോഴൊക്കെ തന്റെ പിടിവാശി വിടേണ്ടത് ആവശ്യമാണ്. സഖ്യത്തിൽ ഒത്തൊരുമയും പരസ്പര ബഹുമാനവും ഇല്ലെന്നും അതൃപ്തി കോൺഗ്രസിലെ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നുമൊക്കെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി D രാജയും പറയുന്നുണ്ട്. CPI ദേശീയ കൗൺസിൽ യോഗത്തിലും ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിമർശനമുയർന്നിരുന്നു. ഹരിയാന, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനുള്ള പാഠമാണെന്നും ഇന്ത്യ സഖ്യത്തിലെ വിവിധ പാർട്ടികളോട് കൃത്യമായി ആലോചന നടത്തി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഹരിയാനയിലെ ഉൾപ്പെടെ ഫലം മറ്റൊരു തരത്തിലാകുമായിരുന്നു എന്നും കോൺഗ്രസിനോട് ഇന്ത്യ മുന്നണിയിലെ മറ്റംഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും രാഹുൽ അദാനിയിൽ തന്നെ നിൽക്കുകയാണ്.